ഹലോ ഗൈസ്, മുഹമ്മദ് സ്വാഗതമാണ്. ഒരു 3 വ്യത്യസ്ത വീഡിയോകൾ ഒരിക്കൽ കാണിച്ചതാണ്. ഒന്നും കൂടിയും അതിൻ്റെ വിപുലമായിട്ടുള്ള വളർച്ച 3 വ്യത്യസ്ത വീഡിയോകളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ മുന്നേ കാണിച്ചിരുന്നു. ഈ എന്താ പറയുക, നമ്മളെ സല്ലാജൻ്റെ ബോക്സിൽ ടർഷൻ്റെ മുകളിൽ 2ാം നിലയിൽ നമ്മൾ ഇത് റേഗം റൂട്ട്. അപ്പോൾ റേഗം റൂട്ടിന് അന്ന് നമ്മൾ വെറുതെ അങ്ങനെ പന്തലൊന്നും പരന്ന് കിടക്കുകയായിരുന്നു. ഇതുപോലെ പരന്ന് കിടക്കുകയായിരുന്നു. ഇവിടെയും ഒരു ചെറുങ്ങനാമ്പൂവൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ 2 പൈപ്പ് ഇവിടെ കൊടുത്തിട്ട് പന്തലാക്കിയിട്ട് ഇങ്ങനെ നടുക്കൽ കാലൊക്കെ കൊടുത്ത് നല്ല ഉസാറായിട്ട് കയറി പോകുന്നുണ്ട്. ഒരു 3 4 ഇങ്ങനെ കയറ്റി അയച്ച് നോക്കാന്നുള്ളതില്ലേ, കണ്ടില്ലേ? അവിടെ നല്ല സൂര്യപ്രകാശം തട്ടുന്നതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ലെങ്ത്ത് നല്ല ഓരോന്നിൻ്റെ ഇത് വളർച്ച. ഇതിപ്പം വേറെ 3 ശിഖരങ്ങൾ വേറെയും പൊട്ടി, കണ്ടില്ലേ? അതിലൊക്കെ പെട്ടെന്ന് കായായി പോകും. ഒരു കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കുന്ന നല്ലൊരു സാധനമാണ് റേഗം ഫ്രൂട്ട്. ചിലവിലൊക്കെ നിലത്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ അടിയിൽ പോസ്റ്റുമേൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ മായാണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ വളം കൂട്ടി കഴിഞ്ഞാൽ അടുത്ത വേനലാകുമ്പോഴത്തിന് കായ്ക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നോക്കുക. അടുത്തത് കാണിക്കുന്നത് ഇന്നലെ ഒരു മാവിൻ്റെ തൈ, നമ്മൾ മുളകും തൈയ്യല്ല മുന്നേ കാണിച്ചിരുന്നു. അപ്പോൾ മുളക് വേണ്ടത്ര അറക്കാൻ മാത്രം മുളക് തീലുണ്ട്. നല്ല മുളകും ചെടിയാണ്. കൊണ്ടിങ്ങനെ അറുത്ത് പോക്കാം മുളക്. ഒരു മാവിൻ്റെ തയ്യേ പുതിയ പ്ലാന്റ് നമ്മൾ തന്നെ വെഡ് ചെയ്താണ്. നല്ല മാവ വെഡ് ചെയ്ത് രണ്ട് കംച്ചായിട്ട് ഇപ്പം ഇന്നലെ ഇവിടെ നട്ടതാണ്. ഒന്ന് ചെറിയൊരു ഓല കൊണ്ട് ചെറിയൊരു മറ കൊടുത്താൽ പെട്ടെന്നുള്ള വെയിലിനെ തടയാൻ. പിന്നെ അടുത്തത് വരുന്ന എന്താണെന്നാൽ മുന്തിരി. ഇത് മുന്നേ കാണിച്ചതാണ്. പക്ഷെ മുന്തിരി കൃഷിയുള്ള ആളുകൾ, മുന്തിരി എവിടെയെങ്കിലും ഒരു വള്ളിയൊക്കെ വെച്ചിട്ടുള്ള ആളുകൾ ഇടയ്ക്കൊന്ന് നോക്കണം. അതിൻ്റെ തല കട്ട് ചെയ്യുന്ന ഒരാൾ ഞാനിവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിയിൽ നോക്കുമ്പോൾ ഉണ്ടാവും നല്ല ആട്ടുമണീൻ്റെ മാതിരി അവരിങ്ങനെ വെട്ടി കാഷ്ടിച്ചിട്ടുണ്ടാവും. അത് നോക്കി നടന്നാൽ ആളതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് ഉണ്ടാവുന്ന പ്രത്യേകം നോക്കിയിട്ട് ആളെ ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? നല്ലൊരു വലിയ ചെമ്മീൻ്റെ വലിപ്പമുള്ള ഒരു ചെമ്മീൻ്റെ വലിപ്പമുള്ള നല്ലൊരു പുയ്യും. ഇവനാണ് ഇത് കട്ട് ചെയ്യുന്ന ആൾ. ഇത് കട്ട് ചെയ്യുന്ന ആളാണ്. അവനെ പിടിച്ച് വെച്ചതാണ്. അവനെങ്കിൽ നമുക്ക് നല്ലൊരു ചൂണ്ടലിലാക്കിയിട്ടേ തോട്ടിലൊന്ന് മീനിനെ പിടിക്കാൻ പറ്റും. അവിടെ കിടക്കട്ടെ. മുന്തിരിയൊക്കെ ഇഷ്ടം പോലെ ആയി കഴിഞ്ഞു. മുന്തിരി വെട്ടി ചാടിക്കുന്നുണ്ട് അവിടെയൊക്കെ. മുന്തിരി കണ്ടില്ലേ? ഇടയ്ക്കുണ്ട് മൊത്തത്തിൽ മുന്തിരി ഉണ്ട്. കണ്ടേ നിങ്ങൾ? മുന്തിരികളെ ഇതൊക്കെയാണ് മുന്തിരി. പിന്നെ പുതിയൊരു പ്ലാന്റ് നട്ടതാണ്. ഈ കൊല്ലം നട്ടതാണ്. പിന്നെ കയറിയിട്ട് നല്ല സ്വസ്ഥതായിട്ട് കയറി പോകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട് മുന്തിരി. ഇവിടെ എല്ലാ മുന്തിരികൾ ഇപ്പോൾ 2ാമത്തെ തവണ അറക്കാനുള്ള പ്രായമായി തുടങ്ങിയിരിക്കണേ. എന്താ അറിയില്ലേ? അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഞാൻ അടുത്ത കുറി തെയ്യൊക്കെ ഉണ്ടാക്കും. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക, നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ തെയ്യ് വേണമെന്നുണ്ടെങ്കിലേ കൂടുതലൊന്നും ഉണ്ടാവില്ല, 4 ഏകദേശമൊക്കെ ഉണ്ടാവും. തെയ്യുണ്ട്. അതിന് കുറച്ച് ആളുണ്ടൊക്കെ കൊടുത്തു പോയതാണ്. ഫ്രീ കൊടുക്കൽ കൊടുത്താണ്. ആവശ്യമുള്ളവർ നട്ടുണ്ടാക്കട്ടെ. എല്ലാവർക്കും ഉണ്ടാവില്ല, കുട്ടികൾക്കൊരു കമ്പുണ്ടാവുമല്ലോ.
ഇനി അടുത്തത് വരെ ഒരു വീഡിയോയും കൂടി വരുന്നുണ്ട്. അതൊരു പുതിയ നമ്മളായിട്ട് ഒരു തേനീച്ചനോടുള്ളൊരു കമ്പം, ഒരു തേൻ കൂട് വെച്ചാൽ എന്താണ്, അപ്പോൾ ഒരു കൂടുണ്ടാക്കി വെച്ചില്ല, ആ കൂടും കൂടി നിങ്ങൾക്ക് മുന്നാലെ കാണിക്കുന്നതാണ്. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വ്യത്യസ്ത വീഡിയോകൾ എന്ന് പറയാൻ കാരണം എന്താണ്, എന്തേലും ഒരു തേനീച്ചൻ്റെ കൂടുണ്ടാക്കണം എന്നൊരു കമ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് തേനീച്ചനെ കിട്ടണം. ഒരാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഇപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കണം. ആരെങ്കിലുമൊക്കെ തേനീച്ച എവിടെയെങ്കിലും കണ്ടോലുണ്ടെങ്കിൽ വല്ല മരത്തിൻ്റെ പൊത്തിലോ അല്ലെങ്കിൽ വല്ല എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടോലുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ നമ്മളെ ഈ അടുത്ത പരിസരത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പിടിച്ചുകൊണ്ടുവരാനുള്ള സംവിധാനത്തിലാണ്. അതതിൻ്റെ അടിയത്തെ കൂടാണിത്. 6 സെല്ല് അടിയത്തെ കൂട്ടിൽ ഇതവരെ തറവാടായിട്ട് ഉള്ളതാണ്. ഇതതിൻ്റെ വലിയ തേനിനുള്ള കൂട്, തേനുണ്ടാക്കാനുള്ള തേൻ്റെ അറകൾ സ്ഥാപിക്കാനുള്ള കൂടാണിത്. ഇതിലൊരു 7ഓളം സെല്ല്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണിത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേലോട്ട് വെക്കണം. വെച്ചിട്ട് ക്ലിയറാക്കിയതിൻ്റെ ശേഷം വെച്ച് ലെവൽ ചെയ്തതിൻ്റെ ശേഷം ഇതാ ഈ വാലത്തിലേക്ക് ഉണ്ടല്ലേ തേനീച്ചക്കൂട് നല്ല മൂച്ചിൻ്റെ പലയിൽ ഉണ്ടാക്കിയതാണ്. അടുത്തത് ഇതിൻ്റെ മൂടിയാണ്. ഇതിൻ്റെ മുകളിലോട്ടാണ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉസാറായിട്ട് അവിടെ അടഞ്ഞിരുന്നോളും. എവിടെയെങ്കിലുമൊക്കെ തന്നെ ഈച്ചനാക്കിയിട്ട് നമുക്കണ്ട് നല്ലൊരു കാലിൽ ഇരുട്ടുള്ള സ്ഥലം എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് അതിൻ്റെ ഹോൾസുകളൊക്കെ. അപ്പോൾ ഇനി ഈച്ചക്കൂടായിട്ടുണ്ട്. ഇനി ഈച്ചനെ കിട്ടണം. ഈച്ചനെ കിട്ടിയിട്ടില്ല. ഈച്ചനെ കിട്ടുമ്പോൾ അതും വരും. ഈച്ച കൂട്ടിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നാലെ അതും വരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പരമാവധി ആളുകൾ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സ്വയം നിർമ്മിക്കുക, അല്ലാതെ വാങ്ങുന്ന പരിപാടിയൊന്നുമില്ല. വാങ്ങിയിട്ടില്ല ഇതുവരെ. വാങ്ങേണ്ടി വന്നാൽ വാങ്ങണം. അപ്പോൾ ഇതുവരെ എന്താണ് മറ്റുള്ളതൊന്നും അങ്ങനെ സ്വയം ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയറും ലൈക്കൊക്കെ അടിച്ച് മറ്റുള്ളവരിലേക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ജയിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലതേറ്റ നല്ലതിനായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ.